യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 12ാമത്തെ ആഴ്ച, വ്യാഴാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനഭാഗം നമുക്ക് നൽകുന്ന സന്ദേശം യഥാർത്ഥ ശിഷ്യനാകണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്യണമെന്നാണ്. ഒന്നാമതായിട്ട് വചനം ശ്രവിക്കുകയും രണ്ടാമതായിട്ട് അവ അനുസരിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞു വയ്ക്കുക. ഇതിൽ സാധാരണഗതിയിൽ നാം എല്ലാവരും എന്ന് പറയുമ്പോൾ എല്ലാവരും വചനങ്ങൾ ശ്രവിക്കാറുണ്ട്. എന്നാൽ അവ അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ചോദ്യചിഹ്നമാണ്. വളരെ ചുരുക്കം പേര് മാത്രമാണ് ഈ വചനം അനുസരിക്കുന്ന വ്യക്തികളായിട്ട് മാറുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കുമ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഞാനും നിങ്ങളും എല്ലാവരും സാധാരണഗതിയിൽ മിക്ക ദിവസങ്ങളിലും ബൈബിൾ വായിക്കുന്നുണ്ട്. അല്ല എങ്കിൽ വചനങ്ങൾ കേൾക്കുന്നുണ്ട്. പല ധ്യാന ഗുരുക്കന്മാരുടെ യൂട്യൂബ് ചാനലിലൂടെയും മറ്റും പല വഴികളിലൂടെയും നമ്മൾ വചനങ്ങൾ കേൾക്കാറുണ്ട്. എന്നാൽ ആ വചനത്തിന് ഉള്ളിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. ഒരു ഉദാഹരണം, ശത്രുക്കളെ സ്നേഹിക്കുക എന്ന് സുവിശേഷം നമ്മളോട് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അത് സാധാരണ നമുക്ക് പറ്റുന്നില്ല. കർത്താവ് പറയുന്നുണ്ട് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട്. നമുക്കത് സാധിക്കുന്നില്ല. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുമില്ല. എന്നാൽ നമ്മുടെയൊക്കെ ഇടയിലൂടെ കടന്നുപോയ പല വിശുദ്ധന്മാരും അവയൊക്കെ ചെയ്തത് കൊണ്ട് അവർ വിശുദ്ധരായിട്ട് മാറി. മദർ തെരേസയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മദർ തെരേസ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ കാരുണ്യം കാണിച്ചു, എല്ലാവരോടും കാരുണ്യം കാണിച്ചു. ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ ചെയ്ത കാരുണ്യ പ്രവൃത്തികളാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലും അത് തന്നെയാണ് സംഭവിക്കേണ്ടത്. നമ്മൾ വചനം കേട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ വചനം അവിടെ നിന്ന് മുളയ്ക്കണം. എൻ്റെ ഉള്ളിൽ വീണ വചനം വിത്ത് മുളയ്ക്കണം. എങ്കിൽ മാത്രമേ അത് ഫലമുണ്ടാവുകയുള്ളൂ. അത് അനുകരണത്തിലൂടെയും നമ്മൾ അത് പ്രാവർത്തികമാക്കുകയുള്ളൂ. നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. എന്നാൽ കഴിയുന്ന രീതിയിൽ കേട്ട വചനം അനുസരിക്കുവാനായിട്ട്, അത് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. എങ്കിൽ ഞാനും നിങ്ങളും ഓരോ വിശുദ്ധരായിട്ട് മാറുകയും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരായിട്ട് മാറുകയും ചെയ്യും. അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.